3ds Max. 3ds Max ഇതിനകത്ത് ഇപ്പം ഏതൊരു സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്താലും ഈ ഇൻ്റർഫേസിന് പറയുന്നൊരു പേരുണ്ട്, ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ്, GUI എന്ന് പറയും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് എന്ന് പറയാൻ കാരണം ഇതിന് ഓരോന്നിനെയും പിക്ചോറിക്കൽ ഇമേജ് വെച്ചിട്ട് അല്ലെങ്കിൽ പിക്ചോറിക്കലായിട്ടാണ് പ്രസൻറ്റ് ചെയ്തേക്കുന്നത്. ഇപ്പം മൂവ് ടൂള് ഉദാഹരണത്തിന്, ഇപ്പം മൂവ് ടൂൾ എന്നുള്ളത് എഴുതുമല്ല, അല്ലാതെ ഒരു ഇമേജ് അല്ലെങ്കിൽ ഒരു ഐക്കൺ വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് അതിനെ ഗ്രാഫിക്കൽ GUI എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. ഇനിയും ഈ ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസിനെ പലതായിട്ട് ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് വൺ, ഇവിടെ മെനു ബാർ. ഇത് ഏകദേശം എല്ലാ സോഫ്റ്റ്വെയറിലും ഉള്ള ഒരു ടാബാണ് മെനു ബാർ. ഇനി അത് കഴിഞ്ഞ് തൊട്ട് താഴെയായിട്ട് മെയിൻ ടൂൾ ബാർ. മെയിൻ ടൂൾ ബാറിനകത്താണ് അൺഡു, റീഡു, മൂവ് ടൂള്, ഒരുമാതിരിയുള്ള നമുക്ക് ആവശ്യം 3D Maxൽ ആവശ്യമുള്ള മെയിനായിട്ടുള്ള ടൂൾസ് എല്ലാം ഇതിൻ്റെ അകത്ത് ഈ ടൂൾ ബാറിലാണ് വരുന്നത്. അത് കഴിഞ്ഞ് സൈഡിൽ കമാൻഡ് പാനൽ, ക്രിയേഷൻസ്, എന്ത് ക്രിയേറ്റ് ചെയ്യണമെങ്കിലും അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യണമെങ്കിലും ഇവിടെ നിന്നാണ് നമ്മൾ ചെയ്യുന്നത്, കമാൻഡ് പാനലിനകത്തു നിന്നാണ് ചെയ്യുന്നത്. ഇനിയും ഈ താഴെ കോർണറിൽ ഇത്രയും ഭാഗത്ത് കാണുന്നത് വ്യൂ പോർട്ട് കോൺഫിഗറേഷൻ ബട്ടൺസ്. ഇനി ഇത്രയും ഭാഗത്ത് കാണുന്നത് അനിമേഷൻ കീസ്. ഇനിയും ഇവിടെ ഈ XYZ എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് ഈ ഗ്രിഡിൻ്റെ അകത്തൊരു മാത്തമാറ്റിക്കൽ ഇതുണ്ട്. അതനുസരിച്ച് നമുക്ക് ഇപ്പോൾ ഒരു ഒബ്ജക്റ്റിനെ, ഉദാഹരണത്തിന് ഇപ്പം ഒരു സ്പിയർ എടുത്തു, എനിക്ക് സെൻറ്ററിൽ കൊണ്ടുവരണമെങ്കിൽ 0 ആക്സിസ് അടിച്ചു കഴിഞ്ഞാൽ സെൻറ്ററിൽ വന്നു. അതേസമയം എനിക്ക് 100 യൂണിറ്റ്സ് ഇങ്ങോട്ട് നീങ്ങണമെങ്കിൽ 100 യൂണിറ്റ്സ്. അപ്പോൾ ഇതിന് പറയുന്ന പേര് ട്രാൻസ്ഫോർമേഷൻ ടൈപ്പ് ഇൻ മോഡ് എന്നാണ് പറയുന്നത്. ഇനിയും ഇവിടെ ടൈം സ്ലൈഡർ ബാർ, ഇത് കമാൻഡ് പ്രോംപ്റ്റ്. അപ്പോൾ ഇത്രയാണ് ഒരു മെയിനായിട്ടും നമ്മൾ ആദ്യം 2000 Max 2009 ഓപ്പൺ ചെയ്യുമ്പോൾ കാണുന്ന ഇതല്ലാതെ വേറെയും ഇതിൻ്റെ അകത്ത് ടൂൾ ബാർസ് ഉണ്ട്. ഞാൻ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വേറെ ഉണ്ട്, കമാൻഡ് പാനൽ, ഇൻഫോ സെൻറ്റർ, ലേയേഴ്സ്. ഇപ്പം 2009 താഴെയുള്ള Max 9 8 അല്ലെങ്കിൽ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ റിയാക്റ്റഡ് ടൂൾ ബാർ എന്ന് പറഞ്ഞ് കാണും. അത് ഈ സൈഡിൽ ഇവിടെ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കും. അല്ലാതെ ഇനിയിപ്പം ആക്സിസ് കൺസ്ട്രെയിൻസ് ഉണ്ട്, നമുക്ക് ഒരു ഏത് ആക്സിസിൽ മാത്രം ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യണമെന്ന് അറിയാമെങ്കിൽ ഇപ്പോൾ Z ആക്സിസിൽ മാത്രം, അപ്പോൾ അങ്ങനെയുള്ള ഇതിന് വേണ്ടി ആക്സിസ് കൺസ്ട്രെയിൻസ്, അപ്പോൾ അങ്ങനെയുള്ള ടൂൾ ബാർസ് ഉണ്ട്. ഇനിയും സ്നാപ്പിൻ്റെ ടൂൾ ബാർസ് ഉണ്ട്. അപ്പം ഇഷ്ടംപോലെ ടൂൾ ബാർസ് ഉണ്ട്. അപ്പം മെയിനായിട്ടും നമ്മൾ ഇതിനകത്ത് കാണുന്നത് മെനു ബാർ, മെയിൻ ടൂൾ ബാർ, കമാൻഡ് പാനൽ, വ്യൂ പോർട്ട് കോൺഫിഗറേഷൻ ബട്ടൺസ്, അനിമേഷൻ ബട്ടൺസ്, ട്രാൻസ്ഫോർമേഷൻ ടൈപ്പ് ഇൻ മോഡ്, ടൈം സ്ലൈഡർ ബാർ, പിന്നെ മെയിനായിട്ടും നമ്മൾ ഈ വർക്ക് ചെയ്യുന്ന 4 വ്യൂ പോർട്ട്സ്. ഈ 4 വ്യൂ പോർട്ട്സ് ഉണ്ടാവും. അതിനകത്ത് 3 ആക്സിലറോമീറ്റർ, അത് പിന്നെ അതിലോട്ട് വരാം. ഇതാണ് ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ക്ലാസ്.